എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദര, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും സമസ്തമായും സമ്പൂർണമായും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. യഹോവയായ ദൈവം കായലിനോട് ചോദിച്ചു, കായയിൽ നീ കോപിച്ചിരിക്കുന്നത് എന്തിന്? നീ വിഷമിച്ചിരിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തിന്? ഉചിതമായത് പ്രവർത്തിച്ചാൽ, നല്ലത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യമാകുമല്ലോ. നന്മ ചെയ്യുന്നില്ല എങ്കിലോ തിന്മ നിന്റെ വീടിന്റെ വാതിൽക്കലുണ്ട്, അതിന്റെ ഇഷ്ടം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തിയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, കർത്താവ് ഈ സന്ധ്യയിൽ നമ്മോട് പറഞ്ഞത് ഇത് തന്നെയാണ്. നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നതിലൂടെ പാപത്തെ, നിന്റെ മുമ്പിലുള്ള പാപത്തെ കീഴ്പ്പെടുത്തുക, അതിനെ വിജയിക്കുക, നരകത്തെ വിജയിക്കുക, സാധാരണ വിജയിക്കുക, അന്ധകാരത്തെ വിജയിക്കുക. നന്മ ചെയ്യുക, അതിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കി മാറ്റുക. നീ നന്മ ചെയ്യുന്നില്ല എങ്കിലോ നിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മരുഭൂമിയിൽ അന്ധകാരം, സാത്താൻ നിങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ നീ തിന്മയിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഹല്ലേലൂയ. നന്മ ചെയ്യാതെ കായൽ അങ്ങനെ ഹാബേലിനെ കൊന്നതായി നാം കാണുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നന്മ ചെയ്യാത്തവൻ തിന്മയിലേക്ക് വലിച്ചിഴക്കപ്പെടും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളോട് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരോട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിലൂടെ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാനും, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ആരാധനയെ മാറ്റുവാനും നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്താൽ നമുക്ക് കർത്താവ് നന്ദി പറയാം. ദൈവമേ, സാത്താനെ അകറ്റി നന്മ ചെയ്ത് അവിടുത്തെ മക്കളായി, മകനായി, മകളായി ജീവിക്കുവാൻ, അതോടെ സ്വർഗരാജ്യത്തെ അവകാശമായി മാറുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നന്മയിൽ നന്മ പ്രവർത്തിച്ച് അവിടുത്തെ സ്വീകാര്യമായ ഒരു ആരാധനയാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ, ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.